എന്നിട്ട് നമുക്കിതിൽ കുറച്ചായിട്ട് കുപ്പിയിൽ അടപ്പൊക്കെ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഉണ്ടോ ആഴക്ക് നല്ല കിട്ടില്ലായിട്ടുള്ളതുണ്ടോ ആ കളർ അതേ ആയിട്ടുള്ളതുണ്ട്. ചെറിയ പ്രശ്നമാണെങ്കിൽ സുഖമായിരുന്നു. വലിയ പ്രശ്നം അതിൻ്റെ ഇത് കണ്ട ഈ സംഭവം ഇവിടെ ഒടിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ബോൾട്ടായിരുന്നു സംഭവം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക്നോസ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ജസ്റ്റ് റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വണ്ടിയിലെ ബെൻഡ് പൈപ്പിൻ്റെ ഭാഗത്തില്ല, അവിടെ നമുക്ക് കുറച്ച് വണ്ടി നല്ല ഓടിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുരുമ്പ് പോലെ അല്ലെങ്കിൽ ഒരു അഴുക്ക് പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ എത്ര കഴിയാലും എങ്ങനെ കഴിയാലും പോകാത്ത സംഭവമാണ്. അപ്പോൾ അത് എങ്ങനെ പോക്കാന്നുള്ളൊരു വീഡിയോ ഇന്നലെ കണ്ടു. എന്ത് വെച്ചാണ് ഞാൻ കാണിച്ചു തരാം. ദാ ജസ്റ്റ് നമ്മൾ അബ്ബാസിൻ്റെ ഹാർപ്പിക് ഉപയോഗിച്ചാണ് അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ കണ്ടത്. അതിപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ശരിയാണോ അല്ലയോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഹാർപ്പിക് വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ബ്രഷ് കെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒരച്ച് വൃത്തിയാക്കി വെക്കാം. പോവില്ലേ എന്നറിയാം. വീഡിയോ കണ്ടപ്പോൾ അത്യാവശ്യം നല്ലപോലെ ക്ലീനായി നമ്മൾ പുതിയ ബെൻഡ് പൈപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് നോക്കാം. കഴിച്ച് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഒരു ബ്രഷും ഹാർപ്പിക്കും ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. ഹാർപ്പിക്ക് ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് ഹാർപ്പിക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്കിതിൽ കുറച്ചായിട്ട് എടുത്തൊഴിച്ച് ചെറിയ മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്തു തുടങ്ങി, ചെറുതായിട്ട് പെയ്തു തുടങ്ങി. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നില്ലേ തുടങ്ങിയിട്ട് പോവാം. കട്ടക്കിതും തേച്ച് കൊടുക്കുക. ഗായ്സ്, മഴ പെയ്തു തുടങ്ങി കേട്ടോ ചെറുതായിട്ട്. മിക്കവാറും ഇത് പകുതി വെച്ച് നിർത്തിയിട്ട് പിന്നെ വന്ന് ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് ഇത്ര ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടുത്തെ കളർ മാറി, ആ തുരുമ്പ് കളറൊക്കെ മാറി സെറ്റായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പൊടിയാവും മിക്കവാറും. നോക്കി ഗായ്സ്, മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഞാൻ എന്തായാലും ഇത്ര ഭാഗത്ത് ഒന്ന് വാഷ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ മോനെ പൊളി. പെയിൻറ്റും കൂടെ പോയിരുന്നു പോലും, എന്നാലും കുഴപ്പമില്ല. ആ തുരുമ്പിൻ്റെ ആ കളർ പോയി കിട്ടിയില്ല. ഫുള്ളാക്കി ചെറിയ ബ്രഷ് നോക്കിയിട്ട് കിട്ടിയില്ല. വലിയ ബ്രഷ് എടുത്ത് വലിയ ബ്രഷ് ആകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തേക്കാൻ ഭയങ്കര പാട്. പോകുന്നുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല സാധനം. ഞാൻ വിചാരിച്ച് ഇനി ക്ലോസറ്റ് ഒഴിക്കാൻ മാത്രമേ കൊള്ളാവുള്ളൂ, പാത്രം കഴുകാൻ മാത്രമേ കൊള്ളാവുള്ളൂ വിചാരിച്ച. ഇങ്ങനത്തെ ഉപകാരമൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഇപ്പോഴാണ് ഇതിനെ കൊണ്ടൊരു ഉപകാരം വന്നത് എനിക്ക്. കുപ്പിയിൽ അടപ്പൊക്കെ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ വീഡിയോയിൽ ഡ്രസ്സിന് വേണ്ടി വെള്ളം വരുന്നില്ല. പോകുന്നുണ്ട് മഴ പോയാൽ കുറച്ച് വെള്ളം ഇതിനകത്ത് വീഴാം. അതൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ടൈം എടുത്ത് സുന്ദരമായിട്ട് ഉരച്ചെടുത്താൽ പൊളി. ഓ ഗായ്സ്, കണ്ണി വീട് ഗായ്സ്, കണ്ണ് കഴുകിയിട്ട് വരാം ഗായ്സ്. അപ്പോൾ ഒരു ടിപ്പ്, കണ്ണ് വീണ നല്ല നീറ്റലാണ്, കിളി പോവും. അപ്പോൾ കണ്ണ് വീഴാതെ ചെയ്യാൻ നോക്കാട്ടാ. ക്യാമറയിലൊക്കെ ഫുള്ളായി, എന്നാലും കുഴപ്പമില്ല ഗായ്സ്. പകുതിയായി മഴ പെയ്തു കേട്ടാ. മിക്കവാറും ഇത് പകുതി നിർത്തിയിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് മഴ കുറച്ച് ഉറയ്ക്കുന്ന വരെ ജസ്റ്റ് ഇതിനകത്ത് നിന്ന് വരച്ചു. ഗായ്സ്, അപ്പോൾ കുറച്ച് ഭാഗത്ത് നമ്മൾ നല്ലപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒരയ്ക്കാനുണ്ട്. പക്ഷേ ഈ സൈഡിലൊക്കെ നമുക്ക് മിക്കവാറും ചെറിയ ബ്രഷ് തന്നെ വെച്ച് ഒരയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ പോകത്തില്ല. അതം വെച്ച് ചുണ്ടിക്കുന്ന ചെറുതായിട്ട് പോകുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മഴ തോന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. മഴയൊക്കെ ഏകദേശം കുറഞ്ഞ് ഇതാണ് നമ്മൾ നേരത്തെ കഴുകി ഒരുവിധം സെറ്റാക്കിയ ഭാഗം. ഇനി സെറ്റാക്കാനുണ്ട് ആ ഭാഗത്ത്. ഇനി നമുക്ക് അപ്പർ സൈഡ് ജസ്റ്റ് ഒന്ന് വലിച്ച് റെഡിയാക്കി വെച്ചില്ല. നമുക്ക് അപ്പർ സൈഡിലോട്ട് ഈ സൈഡ് കുറച്ച് ടാസ്ക്കാണ്. കാരണം ഈ സൈഡിലോട്ടാണ് വണ്ടിയിൽ സ്റ്റാൻഡ് ഇട്ട് ചരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വിഷയമാണ്. ഇനി നമുക്ക് ഈ സൈഡും തുടങ്ങാം. ഹാർപ്പിക്കൊക്കെ ഒഴിച്ച് അതും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അവിടെ. ഇനിയിപ്പോൾ നേരത്തെ സൈഡിൽ ഒഴിച്ചണക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് കട്ടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചാൽ വൃത്തിയാകുന്നു, നല്ല രീതിയിൽ വൃത്തിയാകുന്നുണ്ട്. ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇടയ്ക്കുള്ള ഭാഗത്ത് നല്ലപോലെ വൃത്തിയാക്കാറുണ്ട്. കണ്ടോ അഴുക്ക് നല്ല കിട്ടില്ലായിട്ടുള്ളതുകൊണ്ടോ ആ കളർ അതേ തോന്നുന്നുണ്ട്. പറ്റൂല. ഗായ്സ് ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ കുറച്ച് ഒരുവിധം തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഫുള്ളായിട്ട് തേക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അണ്ടർബെല്ലി വരുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗവും കാണുന്നില്ല, നല്ലപോലെ ഹൈഡായി പോകും. പിന്നെ മെയിനായിട്ടേക്കുള്ള ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗമായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് 2 ഗാർഡ് വന്നിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യണം. ഇപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നില്ല. അതിന് റിമൂവ് ചെയ്തിട്ട് ഇനി പണി വാങ്ങിക്കാൻ എനിക്ക് വയ്യ. എന്തായാലും ഓട്ടോ സെൻസറിൻ്റെ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം. വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് കുറച്ച് പാടാണ്, ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ആദ്യം എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. പോകുന്നുണ്ട് സാധനം. ഓട്ടോ സെൻസറൊക്കെ വിടപ്പിക്കാൻ പറ്റും നോക്കട്ടെ. ചെറിയ പ്രശ്നമാണെങ്കിൽ സുഖമായിരുന്നു. വലിയ പ്രശ്നമായതുകൊണ്ട് കുറച്ച് പാടാണ്. എന്നാലും നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില ഭാഗത്ത് ബ്രഷ് എത്താത്തതുകൊണ്ടാണ്. ചില ഭാഗത്തൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ചില ഭാഗത്ത് കുറച്ച് ടാസ്ക്കാണ്. അതിന് ഈ ബ്രഷ് ഇങ്ങനെ വലിയ ബ്രഷ് എത്താത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്തായാലും ഒരുവിധം ക്ലീൻ ആവുന്നുണ്ട് നല്ല രീതിക്ക്. അതുകൊണ്ട് ഇപ്പം തന്നെ കുറച്ച് നേരം നിറച്ചേ ഉള്ളൂ. നമ്മൾ വാഷ് കാണിച്ച് കണ്ടോ ഈ ഭാഗത്ത് ഒരുവിധം പോയുണ്ടോ. ചെറിയ ബ്രഷാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കും എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെറിയ ബ്രഷ് ഇട്ട് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് ചെറിയ ബ്രഷൊന്നും കിട്ടിയില്ല. ഇനി വാങ്ങിക്കാനാണെങ്കിൽ ഷോപ്പും ഇല്ല. ഷോപ്പുണ്ട്, ഇനി കുറച്ച് ദൂരെ പോയാലും പറ്റും. അപ്പോൾ ഇനി ലോക്ക്ഡൗൺ ആണെങ്കിൽ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഐഡിയ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഗായ്സ് അപ്പോൾ നേരത്തെ പോലെ മഴ പിന്നെയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ടാസ്ക്കാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ബെൻഡ് വൈപ്പിൻ്റെ സ്ഥലത്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ കിടിലായിട്ട് ക്ലീൻ ആവും കേട്ടോ. ഈ ഭാഗത്തൊന്നും കണ്ടറിയാൻ പറ്റും. ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടിരുന്നാൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് ആ തുരുമ്പിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് റിമൂവ് ആവും. അപ്പോൾ ഇതായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പണി എന്താണെന്ന് വെച്ചാൽ ഇത് ഊരിയപ്പോൾ കിട്ടിയ പണിയാണ്. ഇത് കണ്ടോ ഈ സംഭവം ഇവിടെ ഒടിഞ്ഞിരിക്കുക. ൻ.cleaing ബോൾട്ടായിരുന്നു സംഭവം. ഇത് ലൂസൺ ചെയ്ത സമയത്ത് ഒടിഞ്ഞു പോയി. അതിനി ശരിയാക്കണമെങ്കിൽ മിക്കവാറും ലൈറ്റിൽ പോയി വെൽഡ് ചെയ്ത് ഊരാനേ പറ്റും. അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്ത് കളയണം. ഡ്രില്ല് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ടാസ്ക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പിരി പോയാൽ പിന്നെയും പിരി ഇടാനൊക്കെ കൊണ്ടുപോകണം. ഇത് വെൽഡ് ചെയ്തിട്ട് കറക്കി എടുത്താൽ ഊരി വരും. വെൽഡ് ചെയ്യാനാണെങ്കിൽ ഇനി വർക്ക്ഷോപ്പും ഇല്ല. ഇനി ലോക്ക്ഡൗൺ കഴിഞ്ഞാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.